മലയാള സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ എക്കാലത്തെയും വൻ വിജയങ്ങളെ എഴുതിച്ചേർത്ത കൂട്ടുകെട്ടാണ് ഷാജി കൈലാസും മോഹൻലാലും. 7ഓളം ചിത്രങ്ങളിൽ ഒരുമിച്ച ഷാജി കൈലാസും മോഹൻലാലും ആദ്യമായി കൈകോർക്കുന്നത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയാണ്. മോഹൻലാലിനൊപ്പം ആദ്യ ചിത്രം ഒരുക്കുമ്പോൾ ഷാജി കൈലാസ് ഒന്നുറപ്പിച്ചിരുന്നു: സ്ഥിരം ശൈലിയിൽ നിന്നും മാറണം, രാഷ്ട്രീയ നായകന്മാരുടെ ഗർജനം ഒഴിവാക്കണം, ഇടിവിട്ട സംഭാഷണങ്ങൾ വേണ്ട, ശുദ്ധ സംഗീതത്തിന്റെ സാന്ദ്രതയിൽ ഗ്രാമവിശുദ്ധിയിലായിരിക്കണം ആദ്യത്തെ മോഹൻലാൽ ചിത്രമെന്ന് ഷാജിയുടെ ആഗ്രഹം പോലെയായിരുന്നു രഞ്ജിത്ത് തിരക്കഥ ചമച്ചത്. എന്നാൽ ഷൂട്ടിംഗ് പൂർത്തിയായി ഡബ്ബിംഗ് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്നും പുറത്തു വന്ന മോഹൻലാൽ ഒന്നും മിണ്ടാതെ നിസ്സംഗഭാവത്തിൽ ഷാജി കൈലാസിനെ കെട്ടിപ്പിടിച്ച് യാത്രയായി. ഒരക്ഷരം മിണ്ടാതെ ലാൽ പോയപ്പോൾ ഷാജി ആകെ സങ്കടത്തിലായി. മോഹൻലാലിന്റെ ആ സമയത്തെ യാത്ര ആലപ്പുഴയിലേക്കായിരുന്നു. ഷാജിയുടെയും ലാലിന്റെയും സുഹൃത്തായ ബാലഗോപാലും മോഹൻലാലിനൊപ്പം ആലപ്പുഴയിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം തന്നെ ഷാജി കൈലാസ് ബാലഗോപാലിനെ കണ്ട് മോഹൻലാലിന്റെ അഭിപ്രായം ചോദിച്ചു. പടം അത്യുഗ്രൻ, ഞാൻ പ്രതീക്ഷിച്ചതിലും 100 ഇരട്ടി മനോഹരം, എന്റെ ആരാധകർ ഇളകി മറിയും എന്നായിരുന്നു മോഹൻലാൽ ബാലഗോപാലിനോട് പറഞ്ഞത്. മോഹൻലാലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷാജിക്ക് സമാധാനമായി. ഇനി പടം വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലെന്ന് ഷാജിക്ക് തോന്നി. എന്നാൽ ഷാജി കൈലാസിന്റെയും മോഹൻലാലിന്റെയും മലയാള സിനിമയുടെയും പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ടായിരുന്നു ആറാം തമ്പുരാൻ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായത്. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.